ഹലോ ഡിയേഴ്സ്, ഇന്ന് നിങ്ങളുടെ എനർജിയാണ് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഗൈഡൻസ് റീഡിങ്ങും കൂടിയാണ് ഈ ഒരു വീഡിയോ. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരുപാട് കാർഡ്സ് വീണു, 2 കാർഡ്സ് എടുക്കുന്നുള്ളൂ. നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്തായിരിക്കാം നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയത്. നിങ്ങൾ അത്രയും നാൾ കെട്ടിപ്പൊക്കിയ സ്വപ്നങ്ങളാണ് ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയത്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സമയം സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിലും നമുക്ക് ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ലൈഫിനെ പറ്റി കൂടുതലായിട്ട് സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, പാസ്റ്റിലെ മിസ്റ്റേക്സുകളെല്ലാം മനസ്സിലാക്കുന്നു. നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവേണ്ടതായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. അതെല്ലാം നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലെസൺസാണ് നിങ്ങൾ ഈ ഒരു സമയം പഠിച്ചു കഴിഞ്ഞത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു പുതിയ ഒരാളായിട്ട് മാറി. നിങ്ങൾ കുറച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ലെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ടുള്ളത്. ഇനി നിങ്ങളുടെ പേഴ്സൺ തിരികെ വരുമോ, തിരികെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് നൽകുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്. ഈ ഒരു സോൾമേറ്റ് ഇനി അവരെവിടെ പോയെന്ന് പറഞ്ഞാലും എന്തായാലും നിങ്ങളുടെ അരികിലേക്ക് തന്നെ തിരികെ വരുന്നതാണ്. നിങ്ങൾക്കിപ്പം ഈ ഒരു സമയം കൺഫ്യൂഷനൊന്നും വേണ്ട എന്നാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത്. ആ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് തന്നെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റോടുകൂടി തന്നെ വരും. നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാക്കാനാണ് ഇതുപോലുള്ള പരീക്ഷണങ്ങളെല്ലാം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നതെന്ന് നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. നമുക്ക് നെക്സ്റ്റ് കാർഡ്സും അത് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും. നിങ്ങളുമായിട്ടൊരു റീയൂണിയനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അവർ വരുമ്പോൾ നിങ്ങൾക്കൊരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള വരവായിരിക്കും ഇനി ആ ഒരു പേഴ്സൺ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ കൺഫ്യൂഷൻസ് ഈ ഒരു സമയം നിങ്ങൾ ഒഴിവാക്കണം. ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ 2 കാർഡ്സും ഞാൻ അവരുടെ എനർജിയാണ് നോക്കിയത്. ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും. നിങ്ങളുമായിട്ടൊരു റീയൂണിയനാണ് ഉള്ളത്. നിങ്ങൾക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ളൊരു വരവായിരിക്കും. നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കണം. നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഇതിനോടകം തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതും. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കായതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാനായിട്ട്. നിങ്ങൾ ഒരുപാട് എഫേർട്ട്സ് ഇട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ സമയവും സ്നേഹവും എല്ലാം ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയെ
നിങ്ങളൊരു അമ്മ കുഞ്ഞിനെ നോക്കുന്നത് പോലെ അത്രയും കാര്യത്തോടെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ നോക്കിയിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഏത് ടഫ് സിറ്റുവേഷനിലും നിങ്ങൾ ആ വ്യക്തിക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം പോലും നോക്കാതെ ആ ഒരു പേഴ്സണെ കെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതെല്ലാമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയില്ലെന്ന് തന്നെയാണ് കാണുന്നത്. ആ വ്യക്തിയെ നിങ്ങൾ വിട്ടുകളയാൻ ഉദ്ദേശമില്ല. അതായത് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യില്ല, എനിക്ക് എൻ്റെ വ്യക്തി തന്നെ മതി എന്ന് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് എത്രയും പെട്ടെന്ന് വരണം, അവരുടെ ഇമോഷൻസ് എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് കരുതി തന്നെ ഇരിക്കുകയാണ് നിങ്ങൾ ഈ ഒരു സമയം. ഇത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ് കേട്ടോ. അതിലൊരു സോൾമേറ്റ് ഒരു ട്വിൻ ഫ്ലെയിം ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. നിങ്ങൾ ആ വ്യക്തിയെ തന്നെ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടായാലും ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്നുള്ളൊരു എനർജിയിലാണ് ഇരിക്കുന്നത്, വളരെ പ്രതീക്ഷയോടുകൂടി. നിങ്ങൾ ഈ ഒരു സമയം വിചാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഇനി എന്തെങ്കിലും ഓഫേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അവരിനി വേറെ എന്തെങ്കിലും സിറ്റുവേഷനിലേക്ക് പോകുമോ എന്നൊക്കെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുകയാണ് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ട്. ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിക്കുകയാണോ, ഇനി അവർക്ക് എന്തെങ്കിലും പുതിയ പ്രപ്പോസൽ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ നിങ്ങൾ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം കുറച്ച് ഇന്നർ പവർ കൂടിയതായിട്ട് കാണുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇത്രയും നാൾ സഹിച്ച് വന്ന ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് മനഃശക്തി കിട്ടിയതായിട്ട് തോന്നുന്നു. ഇനി നിങ്ങളുടെ മുന്നിൽ എന്ത് തന്നെ സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ തളർന്നു പോകുകയില്ല. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് മാറി നിങ്ങൾ എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് മാറുന്നത്, ഓരോ ലെസൺസ് പഠിക്കുമ്പോൾ. ഇപ്പോൾ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇന്നർ പവർ കൂടിയതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആ ഒരു പേഴ്സണെ തന്നെ വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരുപാട് ഓവർ തിങ്കിങ് ആണ്. അത് കാരണം നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനൊരു ഭയമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് സീക്രട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ, അല്ലെ ഹൈഡ് ചെയ്യുന്നുണ്ടോ, ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ലൈഫിനെ പറ്റി ഒരു കൺഫ്യൂഷനാണുള്ളത്, ഒരു പേടിയാണുള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഒരുപാട് അതായത് നിങ്ങളുടെ സമയം, സ്നേഹം എല്ലാം നിങ്ങളുടെ പേഴ്സണ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി എനർജി കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർന്നു പോകാനുണ്ടായ കാരണം. ആ ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ സ്നേഹം, സമയവും എല്ലാം മറ്റൊരാൾക്ക് കൊടുത്തതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ആ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ആ ഒരു പേഴ്സണെയും പ്രതീക്ഷിച്ച് ഈ ഒരു ഇരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ സ്റ്റക്കായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല.
ആ ഒരു എനർജിയാണ്. ഇനി എന്തൊക്കെ സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോവുകയില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്തേക്കുകയാണ്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കരുതുന്നത് ഇത് നിങ്ങളുടെ സോൾമേറ്റാണ്, ഇതൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉള്ളൊരു ബന്ധമാണ്, ഏഞ്ചൽസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾക്ക്, അതുപോലെ തന്നെ ജീവിതാവസാനം മുഴുവൻ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ വേണം എന്നൊക്കെ നിങ്ങൾ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളെ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടെത്തിച്ചതും. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ ടാരോ കാർഡ്സൊക്കെ റീഡിങ് കാണുന്നതും ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ കാരണമായിരിക്കാം. അതിനു മുന്നേ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലോട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ കൂടുതൽ വിശ്വസിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾ സോൾ സെർച്ചിങ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയം. അതാണ് കാണുന്നത്. എല്ലാത്തിൽ നിന്നും വിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഇനി ഈ റിലേഷൻഷിപ്പിൽ തുടർന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹീലിംഗ് എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. പാസ്റ്റിൻ്റെ ട്രോമാസ് എല്ലാം നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ലൈഫിനെ പറ്റി ഇപ്പോൾ പ്രതീക്ഷയുണ്ട്. നിങ്ങളുടെ പേഴ്സൺ തിരികെ വരും, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് നൽകും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാത്തതും. ആ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നൽകുമെന്ന് നിങ്ങൾ കരുതിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൂടെ നോക്കാം. ഞാൻ നിനക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. നിൻ്റെ വാല്യൂ ഈ ഒരു സമയം ഞാൻ മനസ്സിലാക്കുന്നു. ഇത്രയും കാലം നിനക്ക് ഞാനൊരു വില തന്നിട്ടുണ്ടാവില്ല, പക്ഷേ ഇപ്പോൾ നിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണുള്ളത്. നിൻ്റെ അരികിലേക്ക് വരാൻ എനിക്ക് അതിനെയൊക്കെ മറികടന്ന് വേണം നിൻ്റെ അരികിലേക്ക് വരാൻ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് ആ ഒരു സാഹചര്യം അനുകൂലമായി വരാനായിട്ട്. അതാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാർഡൂടെ നോക്കാം. ഇനി ഞാൻ വരുന്നത് നീയുമായിട്ടൊരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. നീ ആഗ്രഹിച്ചതുപോലെ നിനക്കൊരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള വരവാണ് ഞാൻ. ഇനി എന്താണ് യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ഉള്ളതായിട്ടാണ് കാണുന്നത്, ഒരുപാട് ആൻസൈറ്റി ഉള്ളതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക ഈ ഒരു സമയം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം, ഭയം ഉണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഓർത്തിട്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ലെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇനിയും വരാൻ പോകുന്നത് ഒരു അബണ്ടൻസ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രോസ്പിരിറ്റിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു റീയൂണിയനാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ്സിലോട്ടാണ് ഇനിയും വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ചിന്തകളിൽ നിന്നെല്ലാം പുറത്തു വരണം. അതാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി ഇവിടെ വന്നിരിക്കുന്ന ക്ലോസും കൂടി നോക്കാം. തൃശ്ശൂർ, ലെറ്റർ W, ധനു മന്ത് 1990, പൂരാട നക്ഷത്രം, ഷാർജ 2002, 1983, ഡ്രൈവർ നമ്പർ 20, ഫുട്ബോൾ, നേച്ചർ, അക്കൗണ്ടൻറ്റ്, അനിഴം,
ലെറ്റർ യു, ലെറ്റർ എഫ്, ലെറ്റർ ആർ, ക്രൈസ് ഓൺ വെഹിക്കിൾസ്, 2 months, ഡിസംബർ, കോട്ടയം 1991, ഓറഞ്ച് കളർ, സൺഡേ, മലപ്പുറം ഡിസ്ട്രിക്റ്റ്, ഇടുക്കി 1974, ലെറ്റർ പി, നമ്പർ 7, മുംബൈ, ജൂലൈ മന്ത് 1988, ദുബായ്, ഇൻഡിഗോ കളർ 64, കൊല്ലം ഡിസ്ട്രിക്റ്റ്, നമ്പർ 32, ഫോട്ടോഗ്രാഫി, കന്നി മന്ത്, ലെറ്റർ ഇസഡ്, ജൂൺ മന്ത്, രേവതി നക്ഷത്രം, മകയിരം നക്ഷത്രം, കർക്കിടകം മന്ത് 2019, ഫെബ്രുവരി, ലെറ്റർ എൽ, മീനം മന്ത് 3 weeks. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്. നിങ്ങളുടെ പേഴ്സൺ ഏതായാലും നിങ്ങളുടെ അരികിലേക്ക് തന്നെ വരും. നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.